നമ്മുടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. ഡോക്ടർ ആൻ്റണി കല്യത്ത്, ഡോക്ടർ ലിനു, ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡോക്ടർ ആൽബിൻ, ഡോക്ടർ ദീപു, ഡോക്ടർ ബാലു സ്റ്റേജിലേക്ക് വന്നോട്ടെ പ്ലീസ്. Good afternoon to one and all present here. Let us begin our program with a prayer. I request everyone to kindly rise for the prayer. കരുണ്യവാനായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ സ്ഥാപനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്വാസകേന്ദ്രമായി അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ അവിടുത്തേക്ക് ചെയ്യുന്നതാകുന്നുള്ള ശ്രേഷ്ഠമായ ബോധ്യത്തോടുകൂടി സേവന സന്നദ്ധതയോടുകൂടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ പ്രാപ്തരാക്കണമേ. ഇന്ന് ഈ വിശിഷ്ടാതിഥികളായി ഒന്നിലേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സ്ഥാപനത്തെയും വഴി നടത്തണമേ. ഇവിടെ ചികിത്സയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തി സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. Kindly be seated. I request Dr. Anthony Kalyath, consultant intensivist, to kindly deliver the welcome speech. Good afternoon, everyone. Respected dignitaries on the days, Bahumanyaraya doctors, nurses, hospital staff and my dear friends. നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു അനുമോദന ചടങ്ങിനാണ്. നമ്മളുടെ സൂപ്പർ ഹീറോ ആയ ഡോക്ടർ ആൽബിനെ ആദരിക്കാനായിട്ട് ആണ് നമ്മൾ ഈ ചടങ്ങിൽ ഒത്തുകൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ആൽബിനെ നമ്മൾ ആദരിക്കുന്നതെന്ന് ഞങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രം അറിയാം. പക്ഷേ പലർക്കും അത് അറിയില്ല എന്തിനാണെന്ന്. അത് നിങ്ങളിൽ എത്തിക്കാനാണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത് തന്നെ. കഴിഞ്ഞ നവംബർ, അതായത് ഒരു 3-4 days ബാക്ക്, നവംബർ 1 നമ്മുടെ പരുമല പെരുന്നാളിൻ്റെ അന്ന് കാരക്കാട്ട് വെച്ചുണ്ടായ ഒരു അപകടത്തെപ്പറ്റി നമ്മളെല്ലാവരും പത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരിക്കും. ചെറുപ്പക്കാരായ 5 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ആ സമയത്ത് ആകസ്മികമായി വന്ന നമ്മളുടെ ഡോക്ടർ ആൽബിൻ അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് എല്ലാ രോഗികളെയും പ്രോപ്പറായി പ്രീ ഹോസ്പിറ്റലൈസേഷൻ കെയർ, ട്രോമ കെയർ നൽകി കൃത്യമായി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചു. ഗുരുതര പരിക്കുകളായി വന്ന അവർ ഇന്ന് അപകടത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഡോക്ടർ ആൽബിനെ ഒന്ന് അനുമോദിക്കാനും പ്രീ ഹോസ്പിറ്റലൈസേഷൻ ട്രോമ കെയറിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി തരാനുമാണ്. ആദ്യമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരനായ യുവ നേതാവ് ശ്രീ അരുൺകുമാർ അവർകൾ. DYFI എന്ന പ്രസ്ഥാനത്തിലൂടെ മുഖ്യധാര രാഷ്ട്രീയത്തിലെത്തി ഇന്ന് അദ്ദേഹം MLA പദവിയിൽ എത്തിയിരിക്കുകയാണ്. പ്രായത്തിൽ ചെറുപ്പമാണ്, എന്നാൽ പക്വതയും അനുഭവസമ്പത്തിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് മുന്നിലാണ്. ഭാവിയിൽ അദ്ദേഹം ഒരു മന്ത്രി ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. സോ ഐ വെൽക്കം യു ശ്രീ അരുൺകുമാർ, ദ ഡിയറസ്റ്റ് MLA ഓഫ് മാവേലിക്കര. താങ്ക് യു. ഫാദർ MC പൗലോസ്, CEO Parumala, നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് അച്ഛൻ, the man behind the largest and the best emergency and trauma care in the central Travancore. It was his perseverance and hard work that made our trauma center a well-equipped and an outstanding one. Dear Father, I welcome you. നമ്മളുടെ ഡോക്ടേഴ്സ് ഒരു 100-ലധികം ഡോക്ടേഴ്സ് നമ്മുടെ പരുമല ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ്, നമ്മളുടെ പ്രിയപ്പെട്ട ഷെറിൻ മാഡമാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് ടൈമായാലും നമുക്ക് മാഡത്തിന്, അത് ഡോക്ടേഴ്സിൻ്റെ ആയാലും നേഴ്സസിൻ്റെ ആയാലും ഹോസ്പിറ്റലിൽ ഏത് പ്രശ്നമായാലും ഏത് രാത്രിക്കും
മാമിനെ നമുക്ക് വിളിക്കാനും പറ്റും. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മൂത്ത സഹോദരിയെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും മാഡം നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. സോ ഐ വെൽക്കം യു മാം. പിന്നെ നമ്മളുടെ അടുത്തതായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനെയാണ്. തോമസ് ജോൺസൺ, കോർ എപ്പിസ്കോപ്പ ഫാദർ. നമ്മളുടെ ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ഫാദർ ഭയങ്കര സെൽഫ് പോയിസ്ഡ് ആയിട്ടുള്ള നേച്ചറായിട്ടുള്ളൊരു ഫാദറാണ് നമ്മുടെ അച്ഛൻ. പിന്നെ അതുപോലെ ഫാദറിൻ്റെ ഈ ഒരു പക്വതയും ഈ വിനയമുള്ളൊരു പെരുമാറ്റമാണ് നമ്മളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫാദർ ഇസ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്ഥാപനത്തിനൊരു അസറ്റായിട്ടുള്ള ഒരു ഫാദറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എമർജൻസി ട്രോമ സെൻറ്റർ നമ്മളുടെ ഈ ഒരു പൊതുവേദിയിലേക്ക് നമ്മുടെ ഫാദർ തോമസ് ജോൺസൺ എപ്പിസ്കോപ്പ അച്ഛനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ആൻഡ് ഐ വെൽക്കം യു ഡിയർ ഫാദർ. Dr. Linu, she is the emergency head of our Parumala hospital. More than 5 years of experience under Dr. Linu. So I cordially welcome you onto the days. അതുപോലെ തന്നെ നമുക്ക് ഇനിയും സ്വാഗതം ചെയ്യാനായി ഡോക്ടർ ദീപു. He is the trauma coordinator and the neurosurgeon of our hospital. Dr. David Sujin and Dr. Balu PRS. They are the inevitable pillars of our trauma care. ഇവിടെ ഇരിക്കുന്ന അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ട്രോമ ടീമിലെ എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, വെൽവിഷേഴ്സ് എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിലുമുപരി ഇന്നത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാറായ ഡോക്ടർ ആൽബിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ട സുജിത് സാർ, Dr. Sujit sir, he is the HOD of our Parumala Hospital Critical Care Department in HOD ആണ്. അതുപോലെ നമ്മുടെ സീനിയർ കൺസൾട്ടൻ്റ് ആയ സാജൻ സർ, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് Parumala Hospital, Dr. Chikku and all the other doctors and all my well-wishers, all my friends, എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഫംഗ്ഷന് സ്വാഗതം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Dr. Linu A, MBBS, MD, Emergency Medicine, FACEE, the HOD and Senior Consultant, Department of Emergency Medicine, Parumala Hospital. She has nearly 5 years of practice as emergency physician in various hospitals in India. She has got a keen interest in adult and pediatric emergencies, trauma, medical and surgical emergencies. Dear ma'am, I kindly request you to come forward for the introductory remark. നമസ്കാരം. എമർജൻസി മെഡിസിൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഞാനിങ്ങെത്തി. അങ്ങനെയാണ് ഞങ്ങൾ എമർജൻസിക്കാർ. ഇഷ്ടപ്പെട്ടെടുത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ആദ്യമായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ, വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കൊളീഗ്സ്, ഇന്ന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊരു നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിന്. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപകടം സംഭവിച്ച് അല്ലെങ്കിൽ അത്യാസന്ന നിലയിലുള്ള ഒരു വ്യക്തിയുടെ വിധി നിർണ്ണയിക്കുന്നത് 3 ഘട്ടങ്ങളിലാണ്. ഒന്ന്, ഓൺ സീൻ, അപകടം നടന്ന സ്ഥലത്ത് രോഗിക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ലഭിക്കുന്നു. 2, വൈൽ ട്രാൻസ്പോർട്ട്, അപകടം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എത്ര സേഫായി നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആൻഡ് നമ്പർ 3, ഇൻ ഹോസ്പിറ്റൽ, ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ് രോഗിക്ക് എന്ത് ചികിത്സ കിട്ടുന്നു. ഇതിൽ 3ാമത്തെ ഭാഗം, അതായത് ഇൻ ഹോസ്പിറ്റൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ട്രോമ, അഭിമാനത്തോടുകൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ധൈര്യമായി ഞങ്ങളുടെ കയ്യിലേക്ക് വിടുക. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻറ്റൻസീവ് കെയർ, ട്രോമ സർജൻസ് ആൻഡ് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ വ്യക്തികളുടെയും എല്ലാ സ്റ്റാഫുമാരുടെയും ഒത്തൊരുമിച്ച് ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതൊരു ട്രോമ കെയർ സെൻറ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിലെത്തുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 ഘടകങ്ങൾ, ഓൺ സീൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്.
ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഏറ്റവും വേഗത്തിൽ, അതായത് 1 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ രോഗിയുടെ ചികിത്സകൾ നടപ്പാക്കേണ്ടത്. ഇതിനെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കും. അപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല നിങ്ങൾ ഗോൾഡൻ അവറെ പറ്റി കേൾക്കുന്നത്. ഗോൾഡൻ അവർ, ആദ്യത്തെ 1 മണിക്കൂർ വളരെയധികം നിർണായകമാണ് ഒരു രോഗി രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലേ എന്ന് ഉള്ള വിധി നിർണയത്തിന്. ആദ്യത്തെ 10 മിനിറ്റ് എങ്കിലും എടുത്ത് നമ്മൾ പ്രീ ഹോസ്പിറ്റൽ സ്റ്റെബിലൈസേഷൻ. ഇന്ന് ഡോക്ടർ ആൽബിൻ നമ്മുടെ എല്ലാം മുന്നിൽ സൂപ്പർ ഹീറോ ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഹി ടുക്ക് ദോസ് ഫ്യൂ മിനിറ്റ്സ് ടു സ്റ്റെബിലൈസ് ദ പേഷ്യൻറ്റ് ഓൺ സീൻ. സംഭവ സ്ഥലത്ത് സംഭവം നടന്നപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചേക്ക്, ഞാൻ അവിടെ കണ്ടോളാം എന്ന് പറഞ്ഞില്ല. ഹി ഗോട്ട് ഡൗൺ ഫ്രം ഹിസ് വെഹിക്കിൾ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി രോഗികളെ എക്സ്ട്രാക്ട് ചെയ്യാൻ, വാഹനത്തിൽ നിന്നും പുറത്ത് എങ്ങനെ സേഫായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം, വാഹനത്തിൽ നിന്നും പുറത്തെത്തിച്ച് നട്ടലിന് ക്ഷതം സംഭവിക്കാതെ, സ്പൈൻ നട്ടലിന് ക്ഷതം സംഭവിക്കാതെ എങ്ങനെ രോഗിയെ വാഹനത്തിൽ സേവിയർ വെഹിക്കിൾ ആംബുലൻസിലോട്ട് എങ്ങനെ കയറ്റണം, ഒടിഞ്ഞിരുന്ന എല്ലുകൾ, കാലൊടിഞ്ഞിരുന്നു, കൈ ഒടിഞ്ഞിരുന്നു, ഒടിഞ്ഞിരുന്ന എല്ലുകൾക്ക് അനക്കം സംഭവിക്കാതെ സ്പ്ലിന്റ് ചെയ്ത് ഓൺ സീനാണ്, കയ്യിൽ മറ്റൊന്നുമില്ല, പലകകളും കയറും ഉപയോഗിച്ച് സ്പ്ലിന്റ് ചെയ്ത് ഹി സ്റ്റെബിലൈസ് ദ പേഷ്യൻറ്റ് ഓൺ സീൻ. He made sure that patients were safely transported to the hospital, and he made sure that the hospital was pre-informed. ഒരപകടം സംഭവിച്ചിട്ടുണ്ട്, ഇന്നയാണ് നമ്മുടെ രോഗികൾ വിക്ടിംസ് വരുന്നുണ്ട്. So the hospital was alert for these patients. ഈ അവസരത്തിലാണ് നമുക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്, ഈ 5 വ്യക്തികളും രക്ഷപ്പെട്ടു, and they are in the phase of recovery. എല്ലാ അപകട സ്ഥലത്തും ഒരു ഡോക്ടർ ആൽബിൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വണ്ടി ഓടിച്ചെത്തണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ഡോക്ടേഴ്സ്, നഴ്സസ് മാത്രമല്ല, എല്ലാ ജനറൽ പബ്ലിക്കിനും അറിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു അപകടം സംഭവിക്കുമ്പോൾ പ്രീ ഹോസ്പിറ്റൽ സ്റ്റെബിലൈസേഷൻ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ വെറും വാക്കുകൾ മാത്രത്തിൽ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൊളീഗ് ഡോക്ടർ ബാലു പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. നമ്മൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നട്ടലിന് ക്ഷതം സംഭവിക്കാതെ ഒരു രോഗിയെ എങ്ങനെയാണ് സേഫായി സ്പൈൻ ബോർഡ് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള പലക, തടിക്കഷ്ണം എന്തിലെങ്കിലും ഒരു രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്ത് നട്ടലിന് ക്ഷതം സംഭവിക്കാതെ ആശുപത്രിയിൽ എത്തിക്കുക, സേഫായി ആശുപത്രിയിൽ എത്തിക്കുക എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ മറ്റന്നാൾ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നിങ്ങളിത് ഓർത്തിരിക്കും, ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയോടുകൂടി ഞാൻ നിർത്തട്ടെ. നന്ദി. കിടക്കുന്ന രോഗിയെ സുരക്ഷിതമായി സ്പൈൻ ബോർഡിലേക്ക് മാറ്റുന്ന ലോവർ റോളിംഗ് ആണ് കാണിക്കുന്നത്. തലയുടെ ഭാഗത്തിരിക്കുന്ന ആൾ കഴുത്തും സുരക്ഷിതമായി അനങ്ങാതെ പിടിക്കുക. ബാക്കി 3 പേർ, ഒരാൾ തോളിലും ഒരാൾ അരക്കെട്ടിലും ഒരാൾ കാലും പിടിച്ച് കൈകൾ ക്രോസ് ചെയ്തതിന് ശേഷം രോഗിയെ ഒരു വശത്തോട്ട് 90 ഡിഗ്രി ചെരിക്കുക. ചേട്ടാ, സ്പൈൻ ബോർഡിലേക്ക് മാറ്റുന്നുണ്ട്. റെഡി, 1 2 3. 4ാമത്തെ ആൾ ബോർഡ് രോഗിയുടെ അടിയിലേക്ക് മൂവ് ചെയ്യുക. അതിനുശേഷം രോഗിയെ പതിയെ ഒരുമിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. 1 2 3. അതിനുശേഷം രോഗിയെ പൂർണ്ണമായി സ്പൈൻ ബോർഡിലെ മുകളിലോട്ട് കെടുത്തുക. റെഡി, 1 2 3. റെഡി, 1 2 3. ബ്ലോക്സ് സൈഡിൽ വെച്ച് കഴുത്ത് അനക്കം വരാത്ത രീതിയിൽ ഉറപ്പിക്കുക. സ്പൈൻ ബോർഡ് ഇല്ലാത്ത പക്ഷം കട്ടിയുള്ള പ്ലൈവുഡോ മരപ്പലകയോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡോ കിടത്താനായി ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാത്ത അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു കട്ടിയുള്ള ഷീറ്റും രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് രോഗിക്ക് അനക്കം വരാത്ത രീതിയിൽ പൊക്കി സുരക്ഷിതമായി ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. റെഡി, 1 2 3. നല്ലൊരു നാളേക്കായുള്ള പ്രാർത്ഥനയിലൂടെ നന്ദി, നമസ്കാരം.
Thank you, ma'am. I kindly request Dr. Sherin Joseph, Medical Superintendent and Consultant Gynecologist, Parumala Hospital, to deliver the Presidential Address. ബഹുമാനപ്പെട്ട MLA, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് എനിക്ക് അനുവാദം തന്ന അച്ഛനോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഞാൻ വലിയ സ്പീച്ചൊന്നും നടത്തുന്നില്ല. രണ്ട് കാര്യങ്ങൾ. നമ്മളൊരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വൈ ആൻഡ് ഹൗ. വൈ എന്നുള്ളത് ഈ ആൽബിൻ എന്ന് പറഞ്ഞ നമ്മുടെ യങ് ഡോക്ടർ, എത്രയോ മനുഷ്യർ ആ അപകടം കണ്ടിട്ട് ആ വഴി കൂടെ പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എത്രയോ പേര് ആരെങ്കിലും നോക്കിക്കോളും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. പക്ഷേ വൈ ആൽബിൻ എന്തുകൊണ്ട് അവിടെ നിന്നു? നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പോയൊരു ഡോക്ടർ ഈ അപകടം കണ്ടപ്പം എന്തിനു നിന്നു? അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ബൈബിളിൽ പറയുന്ന പോലെ നല്ല സമരിയക്കാരൻ. ഓക്കെ, അത് തോന്നിയത് ആ നല്ല മനസ്സാണ്. അതിന് അങ്ങനെ ഒരു നല്ല മനസ്സ് ആ ചെറുപ്പക്കാരനെ, ആ ചെറിയ ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് കിട്ടിയെന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. രണ്ടാമത് ഹൗ. ആദ്യം ഞാൻ പറഞ്ഞ വൈ ആണ്. രണ്ടാമത് ഹൗ. എങ്ങനെ അത് ചെയ്തു? അതാണിപ്പം ഈ വീഡിയോയിൽ കണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ യാത്രയിലൊക്കെ പോകുമ്പോൾ അല്ല ആക്സിഡൻ്റൊക്കെ പറഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടം അവിടെ കൂടും. 100 പേര് 100 അഭിപ്രായം പറയും. എല്ലാവരും കുറേ ബേജാറാവും. ഒരാൾ അങ്ങോട്ടോടും ഒരാൾ ഇങ്ങോട്ടോടും. ചുരുട്ടിക്കൂട്ടി പേഷ്യൻറ്റിനെ ഏതാ വാഹനം എന്ന് വെച്ചാൽ അതിനകത്തോട്ട് കയറ്റി കൈയും കാലും ഒക്കെ ഉള്ളിലോട്ട് അങ്ങോട്ട് തള്ളിക്കയറ്റി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഹൗ, എങ്ങനെ ചെയ്യണം, അത് എത്ര പ്രോപ്പറായിട്ട് ചെയ്യണം, ആ രീതി ചെയ്യാൻ പറ്റിയത് ഇത്ര യങ്ങായിട്ടുള്ളൊരു ഡോക്ടർക്ക് അത് സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ ഭാവങ്ങളും ഞാൻ ആൽബിന് നേരുന്നു. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. Thank you, ma'am. Now we have the guest for the evening, Shri M.S. Arun Kumar, the Honorable MLA, Mavelikara Constituency. Dear sir, on behalf of Parumala Hospital, I welcome you and request you to kindly come forward and speak a few words. ഏറ്റവും പ്രിയപ്പെട്ട പൗലോസ് അച്ഛൻ, ജോൺസൺ അച്ഛൻ, എനിക്ക് മുമ്പായി ഇവിടെ സംസാരിച്ചിട്ടുള്ള ഡോക്ടർ ആൻ്റണി കലിയാസ്, ഡോക്ടർ ലിനു എ, ഡോക്ടർ ഷെറിൻ ജോസഫ്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ ആൽബിനസ് പട്ടത്തിൽ, ഡോക്ടർ ദീപു അബ്രഹാം ചെറിയാൻ, ഡോക്ടർ ബാലു PRS, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിലെ പ്രിയമുള്ളവരെ, ഇത്തരമൊരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ സ്നേഹം ഇവിടെ പങ്കുവെക്കുന്നു. ആൽബിനെ പോലൊരു വ്യക്തിയെ ഇപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷം. നമ്മൾ ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം, എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞ് ഒരു കാറിന് മേൽ ചാരി നിന്നപ്പോൾ അവനെ ചവിട്ടിത്തെറിപ്പിക്കുന്ന ഒരു വിഷ്വലാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുക. നമ്മൾ മനുഷ്യത്വത്തെക്കുറിച്ചാണ് ഇന്നലെ ചർച്ച ചെയ്തത്. ആ മനുഷ്യത്വം എന്താണെന്ന് കാട്ടിത്തന്ന ഒരാളുടെ കൂടെയാണ് നമ്മളിപ്പോൾ സമയം ചെലവിടുന്നത്. തീർച്ചയായും പ്രത്യേകമായി ഈ അവസരത്തിൽ ഡോക്ടർ ആൽബിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. വരുന്ന ആളുകളിൽ എല്ലാവർക്കും പ്രചോദനമാകുന്ന, നമ്മൾ ഒരുപാട് പുറകിലുള്ളവരെക്കുറിച്ച് പറയും, നേരത്തെ ചെയ്തവരെക്കുറിച്ച്, ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചവരെക്കുറിച്ച്. ആൽബിൻ നമുക്കൊരു മാതൃകയാണ്. നമുക്ക് പറയാം നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ ഒന്നും തിരക്കി പിടിച്ചു പോകണ്ട, നമുക്കിവിടെ തന്നെ പറയാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹീറോയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും നാം എല്ലാം മാതൃകയാക്കേണ്ട, നാം എല്ലാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് പ്രത്യേകമായി ചിന്തിക്കണം. ഇവിടെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യാനൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ സംഘടനാ ജീവിതത്തിൽ 2 ആക്സിഡൻ്റാണ് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. 150 പേരുണ്ട്, പോലീസുകാരുൾപ്പെടെ, അല്ല റിട്ടയർ ചെയ്ത പോലീസുകാരുൾപ്പെടെ പലരും നിൽക്കുന്ന സമയമുണ്ട്. പക്ഷെ അവരാരും ആ സമയത്ത്, എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ്, കുറത്തിയാട്
ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നു. 2 പേര് ആക്സിഡൻറ്റ് പെട്ടു. ആക്സിഡൻറ്റിൽ പെട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. വണ്ടിയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ നിലത്തൂടെയാണോ താഴെ കൂടെയാണോ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇതുവഴിയാണോ സഞ്ചരിക്കുന്നതെന്ന് അവന് പോലും അറിയാത്ത നിലയിലാണ് പലരും വണ്ടി ഓടിക്കുന്നത്. അതൊരു വശം, അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ എന്തായാലും ആക്സിഡൻറ്റ് നടന്നു. ഒരാൾ സ്പോട്ടിൽ അവിടെ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ്. മറ്റൊരാൾ അവിടെ കിടക്കുന്നുണ്ട്, എടുക്കാൻ കഴിയുന്നില്ല. നമ്മളതുവഴി പോകുമ്പോൾ ഈ പറയുന്ന പോലെ 100-150 പേരുണ്ട്. പിന്നെ ഇപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് ഏറ്റവും നന്നായി അത് ചിത്രീകരിക്കാനാണ് ആളുകൾക്ക് എപ്പോഴും ശ്രമം. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ആളെ എടുത്തു ഹോസ്പിറ്റലിൽ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നിലയിലൊന്നുമല്ല നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ അത്ര മാത്രം ട്രെയിൻഡ് അല്ല, പഠിച്ചിട്ടില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലയിടത്തു നിന്നും കേട്ടത് മാത്രമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മളല്ലാതെ തന്നെ എടുത്തുകൊണ്ട് പോയി. വേറൊരു സംഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ആരും എടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. ഇവിടെ പ്രോപ്പറായത് കൊണ്ടുവരാൻ കഴിഞ്ഞത്, അല്ലെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ആ 5 ജീവനുകൾ ആ നിലയിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു നിലയിലേക്ക് മാറിയത്. അപ്പം നമ്മൾ വിശ്വാസികളായിട്ടുള്ള നിരവധി ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടു, അല്ലെ ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ആൽബിൻ അതേ നിലയിലാണ് വിശ്വാസികളെ സംബന്ധിച്ച്, അല്ലെ ആ നിലയിൽ ചിന്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ദൈവികമായ ഒരു പരിവേഷം നമുക്ക് കിട്ടുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക? ഈ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് അച്ഛനോട് ഞാനൊരു വിഷയം ആവശ്യപ്പെട്ടത്. ഒന്നുമില്ലാത്തൊരു കുടുംബത്തെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല നിലയിൽ, അത് ഞാനത് മൊത്തത്തോട് പറയുന്നതിനോട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എല്ലാ നിലയിലും എല്ലാം ഫ്രീ ആയി ചെയ്തു തരുന്നതിനാവശ്യമായ ക്രമീകരണം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം നമ്മളെ മുന്നോട്ട് വെക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറാനും ഇടപെടാനും ഒക്കെ നമുക്ക് എവർക്കും കഴിയും. പക്ഷെ മനസ്സ് ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുകയാണ്. പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പരസ്പരം സഹായിച്ചുമൊക്കെ ജീവിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ആ നിലയിലേക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെ പുറകെ, ചിലപ്പോൾ സമ്പത്തിൻ്റെ പുറകെയൊക്കെ പോകും. ഇപ്പം നരബലിയൊക്കെ അതാണല്ലോ സൂക്ഷിക്കുക. ഇവിടെ ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും, മറ്റൊരാളത്ത് ഒരാൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന നിലയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ കൂടെയുണ്ട്. അവിടെയാണ് മാതൃകാപരമായി മറ്റൊരു മുഖം നമുക്ക് ഡോക്ടർ ആൽബിൻ കാണിച്ചു തരുന്നത്. തീർച്ചയായും എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നൊരു സമീപനമാണ് ഇവിടെ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ടയിൽ ഒരു ഡോക്ടർ 3000 രൂപ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൂടി നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം വണ്ടി നടത്താനും ഇറങ്ങാനും ഒരു 4-5 ജീവൻ രക്ഷിക്കാനും കാണിച്ച വലിയ മനസ്സിനെ, ആ വലിയ മനസ്സിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടത്. വരുന്ന ആളുകളിൽ ഇതെല്ലാം മാതൃകയാക്കാനും ഈ നിലയിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നോട് സംസാരിക്കുന്നത്, 2 അച്ഛന്മാരും എന്നോട് സംസാരിക്കുക. ഇവിടെ ഇതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് തന്നെ 50 പേർക്ക്, അല്ലേ 50 പേർക്ക് ഒരു ട്രെയിനിങ് തന്നെ ഇവിടെ നൽകി. തീർച്ചയായും ഒരുപാട് ട്രെയിനിങ്ങുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയട്ടെ. കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും ചില ആളുകളൊന്നും ഈ സ്പീഡ് കുറയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമല്ല ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ റോഡുകളിൽ കാണാൻ നമുക്ക് കഴിയും. അവിടെ ഡോക്ടർ ആൽബിനെ പോലെയുള്ള നിരവധി ആളുകളെ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. തുടർന്നും അതുണ്ടാകട്ടെ. ഡോക്ടർ ആൽബിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രിയപ്പെട്ടവന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാനിവിടെ വരുമ്പോൾ 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. ആ നിലയിൽ മനുഷ്യത്വപരമായ, സ്നേഹപരമായ കരുതലും സ്നേഹവുമൊക്കെ ഈ നാടിനോട് വർത്തമാനകാലത്ത് ഏത് കടമയാണോ ഏറ്റെടുക്കേണ്ടത് ആ കടമ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത് മതങ്ങളെല്ലാവരെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ചേർത്ത് പിടിക്കാനും ഒക്കെയാണ്. പ്രത്യേകിച്ചും ക്രിസ്തുമതമടക്കം അതെല്ലാം നമ്മളങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ആൽബിന് പക്ഷേ വേറൊരു തരത്തിൽ ചിന്തിക്കാമായിരുന്നു. ആ കിടക്കുന്നത് എൻ്റെ രക്തമല്ല, അല്ലെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളല്ല, എൻ്റെ മറ്റു തലത്തിലേക്ക് പെട്ട ആളുകളല്ല എന്ന് വേണേൽ ചിന്തിക്കാമായിരുന്നു. അങ്ങനെയല്ല ചിന്തിച്ചത്. ആ മനുഷ്യനായി തന്നെ കാണാൻ ആൽബിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കാണാൻ നമുക്ക് ഏവർക്കും സാധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രത്യേകമായി നമ്മുടെ സൂപ്പർ ഹീറോയെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട്
ലളിതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ക്ഷണിച്ചതിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ ബന്ധം ഈ പരുമല ഹോസ്പിറ്റലുമായി ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ നിലയിലാണ് MLA എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ താല്പര്യം ഓരോ വിഷയത്തിലും നമ്മളോട് ഈ സ്ഥാപനം നടത്തുന്നത്. ആ സ്ഥാപനത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അനേകം ആൽബിന്മാരെ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. ഡോക്ടർ ആൽബിൻ പുതിയ പുതിയ തലങ്ങൾ, ഉയർന്ന തലങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്ക് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, ഹൃദയവിശാലതയുടെ ഏറ്റവും നല്ല ഭാവമായി അദ്ദേഹത്തിന് ഇനിയും മാറാൻ കഴിയട്ടെ. കൂടുതൽ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ലളിതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Your words and presence are true value additions to this evening. God does not command us to do great things. God commands us to do little things with great love. Mother Teresa. Anyone can be a superhero. Now it's time to honor our superhero, Dr. Albin S., who was able to save the lives of people who met with an accident at Chenganur. Dear Doctor, Parumala Hospital feels proud and would like to appreciate you on taking the right action at the right time. Your thoughtfulness, kindness and generosity and providing compassionate and selfless care to the patients. I request our Honorable MLA to kindly come forward and honor our superhero, Dr. Albin S. Thank you, sir. Thank you, Dr. Albin. I now invite Dr. Albin to kindly speak a few words. ഏറ്റവും ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛ, ജോൺസൺ അച്ഛ, ലിനു മാഡം, ആൻ്റണി സാർ, ദീപു സാർ, ബാലു സാർ, സുജിൻ സാർ, പിന്നെ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന എൻ്റെ സാറുമാരായ ചിക്കു സാർ, സുജിത് സാർ, സാജൻ സാർ, ആദരണീയർ. അപ്പം ഇതിപ്പോഴും എനിക്കിപ്പം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ ഡ്യൂട്ടിയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഓഫീഷ്യൽസ് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രമാത്രം വലിയൊരു ഇവൻ്റായിട്ട് നടത്തുമെന്ന്. അതിന് തന്നെ ആദ്യമേ പരുമല ഹോസ്പിറ്റലിനോടും സൗലസിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സംഭവം നടന്നത് നവംബർ 1-ാം തീയതി രാവിലെ 5:45 ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പം ഞാൻ അന്ന് രാവിലെ ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം തലേദിവസം എനിക്ക് ഓഫായിരുന്നു. ഞാൻ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി നേരത്തെ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അപ്പം ഞാൻ ബൈക്കിലാണ് യാത്ര തിരിച്ചത്. ഞാൻ ബുള്ളറ്റ് ഓടിച്ച് വരുമായിരുന്നു. അപ്പം ബുള്ളറ്റ് ഓടിച്ച് വരുന്നപ്പോൾ എൻ്റെ മുന്നിലൊരു ട്രക്കുണ്ട്. അപ്പം അത്യാവശ്യം അവർ സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 100 അടി മുമ്പിൽ പെട്ടെന്നൊരു വണ്ടി ഇടിച്ച് തെറിച്ച് വീഴുന്നതായിട്ടാണ് അത്രയാണ് ഞാൻ കാണുന്നത്. ഒരു കാറ് എയറിൽ ഇങ്ങനെ തെറിച്ച് മാറി സൈഡിലോട്ട് പോകുന്നു. ഒരു ബൈക്കുകാരൻ തെറിച്ച് ഒരു ഓടയിലേക്ക് വീഴുന്നു. നിലവിളി സൗണ്ട്. അപ്പം ആ ഒരു പ്രദേശത്ത് വിജനമായ ഒരു പ്രദേശമാണ്. ആരും അങ്ങനെ വരാറോ, ഒരു വീട് മാത്രമേ ഉള്ളൂ. നിലവിളിച്ചാൽ പോലും ആരും വരാനുള്ളൊരു സാഹചര്യമുള്ള സ്ഥലമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്ക് ഒതുക്കി വെച്ചപ്പോൾ കാണുന്ന ഈ കാഴ്ചയാണ്. അപ്പം എനിക്ക് രണ്ട് രീതി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് അത് പോയി നോക്കും. അവിടെ ആൾക്കാർ പതുക്കെ കൂടുന്നുണ്ട്. ആ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ തക്കതായിരുന്നു ആദ്യത്തെ എൻ്റെ ചിന്ത. അപ്പം ആ കാറിൽ നിന്ന് പുറത്തെടുക്കത്തക്ക അല്ലായിരുന്നു അവിടുത്തെ 4 പേര്. അപ്പം കാറിനകത്തുനിന്ന് പുറത്തെടുക്കണമെങ്കിൽ ഫയർഫോഴ്സിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും പറ്റില്ലായിരുന്നു. പക്ഷേ ആൾക്കാർ അവരുടെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ ആരംഭിച്ചിരുന്നു. അപ്പം അവിടെ തന്നെത്താൻ അവരുടെ ഡോറ് തുറക്കാനും അപ്പോൾ ഈ ഗ്ലാസും ഇതെല്ലാം ചതങ്ങി ദേഹത്തിരിക്കുന്ന ഒരു വ്യൂ ആണ് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ ബൈക്കുകാരനാണ് ആദ്യം
റെസ്പോണ്ട് ചെയ്തത്. അപ്പം നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കാല് ആ ഓടയിൽ വീണ് ഇടുങ്ങി, കാല് തൂങ്ങിയിരിക്കുമായിരുന്നു ഇടുങ്ങി. അപ്പം നല്ലപോലെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരുന്ന അയാളുടെ ആ ഒരു മാനസികാവസ്ഥ നോക്കിയപ്പം അയാളുണ്ട് അവിടെ. അപ്പം ആ കാറിനകത്ത് ബോധമില്ലാതെ 5 പേര് ഞെരുങ്ങിയിരിക്കുന്നുണ്ട്, ട്രക്കുകാരനുണ്ട്. അപ്പം ഈ 3 പേരുള്ള ആ സീനാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം അവിടെ ഞാൻ മാത്രമാണ്, പിന്നെ കുറച്ച് പേര് ആൾക്കാർ സൗണ്ട് കൂടി വരുന്നുണ്ട്, എല്ലാവരും കൂടി നിന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നേറ്റം നോക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പോൾ ഞാൻ പുതുതായിട്ട് പഠിച്ചിറങ്ങി MBBS കഴിഞ്ഞ് ആദ്യൊരു സേവനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സേവനത്തിൽ ആദ്യത്തെ ഒരു അംഗീകാരം, ആദ്യത്തെ ഒരു ഇവൻ്റ്, ഒരു സംഭവമാണ് നടന്നത്. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പഠിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോയി. അപ്പം എങ്ങനെയും പേഷ്യൻസിനെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, അവർക്ക് ആതുര സേവനം ഏറ്റവും മികവായ രീതിയിൽ കൊടുക്കുക എന്നതുള്ളായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻറ്റൻഷൻ. അപ്പം ഈ ഓരോരുത്തരെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏത് രീതിയിലുള്ള പേഷ്യൻസിനാണ് ആദ്യത്തെ രീതിയിലുള്ള ഏറ്റവും ആധുനികമായ മികവുറ്റ സേവനം ലഭിക്കേണ്ടത് എന്നുള്ള രീതി നമ്മൾ ട്രയാജ് ചെയ്യും പേഷ്യൻറ്റിന്. അപ്പോൾ ഇത് നമുക്കൊരു ഹോസ്പിറ്റൽ അല്ലാത്ത പക്ഷവും നമ്മുടെ കയ്യിൽ വേറെ എക്യുപ്മെൻറ്റ്സ് അങ്ങനെയൊന്നും ഇല്ലാത്ത പക്ഷം നമ്മൾ കാണുമ്പം വിലയിരുത്തുന്ന രീതിയിൽ ബേസിക്കായിട്ടുള്ള പ്രൈമറി അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ ട്രയാജ് ചെയ്യുക. അപ്പം ഞാൻ കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന ആ പയ്യൻ, ബൈക്കിലോടിച്ച പയ്യനും സൗണ്ടുകൾ മൂളുകയും അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കേണുകയും ചെയ്യുന്ന 5 പേര്, കാറിലിരിക്കുന്ന 5 പേരുമാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാറിലുള്ളവരെ പുറത്തെടുക്കണം. വേറെ ആഘാതം ഏൽക്കാത്ത തക്കവിധം ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് എത്തുക എന്നതായിരുന്നു എൻ്റെ മുമ്പിലുള്ള കർത്തവ്യം. അത് ചെയ്യാൻ വേണ്ടിയാണ് ഫയർഫോഴ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ കൂടിയ ആൾക്ക്, എനിക്ക് നമ്പറൊന്നും ഇല്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ആളോട് പറഞ്ഞു, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു, ആംബുലൻസ്. അപ്പം എൻ്റെ മുമ്പിൽ പരുമല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഇവിടെ മാസ് ട്രോമ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രോമ ടീമുണ്ട്, ഇവിടെ നമുക്ക് അതിനുള്ള സജ്ജീകരണമുണ്ട്. സൗത്ത് കേരളയിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രോമ സെൻ്ററാണ്. അപ്പം നമുക്കതിനുള്ള സജ്ജീകരണം ഉണ്ട് എന്നുള്ളൊരു വിവരം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമേ ഞങ്ങളുടെ എമർജൻസി മെഡിസിനിലെ ഡോക്ടർമാരെ വിളിച്ചറിയിച്ചു. ഡേവിഡ് സാറായിരുന്നു ഡ്യൂട്ടി, സുജിൻ സാറിനെ വിളിച്ചറിയിച്ചു ഞാൻ. അത് കഴിഞ്ഞ് PROയോട് പറഞ്ഞു മാസ് ട്രോമ വരുന്നുണ്ട്, അതിനുള്ള എല്ലാവിധ സജ്ജീകരണം നേരത്തെ റെഡിയാക്കിയിരിക്കണം, നമ്മുടെ എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർമാരെ അലേർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തു വെച്ചപ്പോഴാണ് ഈ ഒരു കാര്യത്തേക്ക് നമ്മൾ നടക്കേണ്ടത്, അവരെ എങ്ങനെയും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ മാഡം ഇന്ന് ആദ്യം പറഞ്ഞു ഗോൾഡൻ അവർ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ എല്ലാവിധ അവയവങ്ങളിലേക്കുള്ള രക്തസമ്മതം, അങ്ങനെ ഓരോ കാര്യത്തിന് ഒരു ഗോൾഡൻ അവർ ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പ്രിസർവ് ചെയ്യാനും ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ളത്. അപ്പോൾ ആ ഗോൾഡൻ അവറിൽ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ എത്തിക്കുക എന്നുള്ള കർത്തവ്യത്തിലാണ് ഞാൻ അടുത്ത് കിടക്കേണ്ടത്. അപ്പം ഞാൻ മാസ് ട്രോമ എൻ്റെ ഹോസ്പിറ്റലിനെ അറിയിച്ചു, അവർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയും ഞാൻ എൻ്റെ പേഷ്യൻസിനെ അവിടെ എത്തിക്കണം. അപ്പോൾ അതെത്തിക്കാൻ എനിക്ക് അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കെല്ലാം ഷെറിൻ മാഡം പറഞ്ഞ പോലെ എങ്ങനെയും എത്തിക്കേണ്ട സാറേ, പല രീതിയിലുള്ള പല ദൂഷണങ്ങളും അഭിപ്രായങ്ങളെല്ലാം പറയുന്നുണ്ട്. സാറേ ഡോക്ടറല്ലേ, ജീവനല്ലേ വലുത്, നമുക്ക് എങ്ങനെയും എത്തിച്ചുകൂടെ? പക്ഷേ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും കാണുന്ന രീതിയിൽ ബൈക്കിലോ കാറിലോ കയറ്റി വിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ 5 പേരെ ഞാൻ കാണിക്കുന്ന സാമർത്ഥ്യം മൂലം രക്ഷപ്പെടുകയല്ലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. അപ്പോൾ ആ സമയത്ത് ഉത്തമമായ രീതിയിൽ ചെയ്യാൻ എന്നെ സഹായിച്ചത് ഞാൻ പഠിച്ച രീതിയിൽ ഞാൻ എമർജൻസി മെഡിസിൻ ഇഷ്ടപ്പെട്ടെടുത്ത് ജൂനിയർ റെസിഡൻ്റായിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച, എനിക്ക് കുറേ പേരോട് കടപ്പാടുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ, ലിനു മാഡം, ഞങ്ങളുടെ ഹെഡ്, ബാലു സാർ, സുജിൻ സാർ, പിന്നെ എൻ്റെ കോളേജിൽ തന്നെ എന്നെ പഠിപ്പിച്ച ഡോക്ടർ അർജുൻ, ഡോക്ടർ മിഥുൻ, പിന്നെ എൻ്റെ സാറായിട്ടുള്ള ഡോക്ടർ ആൻ്റണി സാർ, ഇവരെല്ലാമാണ് ഞാൻ എൻ്റെ നിമിത്തം എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാം, അപ്പം എന്നെ പഠിപ്പിച്ചെടുത്ത് നേർച്ചർ ചെയ്ത് വന്നൊരു ഡോക്ടറാക്കി എടുത്തവർ മുഖ്യ പങ്ക് വഹിച്ച ഡോക്ടർമാരിലൊരു ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരുടെ ആ പ്രാഗൽഭ്യതയും അവരെന്നെ പഠിപ്പിച്ചത് വെച്ചിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് വലുത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗോൾഡൻ അവറിൽ എങ്ങനെ അവരെ എത്തിക്കാം എന്നുള്ള മാത്രമേ ഞാൻ കൺസേൺ ചെയ്തു. അപ്പം അതിനുവേണ്ടി സഹായിച്ച എനിക്ക് പോലീസുകാരോട് നന്ദി പറയാനുണ്ട്. പോലീസുകാർ വന്നിട്ട് എൻ്റെ അഭിപ്രായമാണ് അവർ ആദ്യം കേട്ടത്, സാറേ എന്ത് ചെയ്യണം. അപ്പം ഞാൻ പ്രായത്തിൽ അവരെക്കാളൊക്കെ വളരെ യങ്ങാണ്, എന്നാലും അവരെന്നോട് ബഹുമാനത്തോടെ ചോദിച്ചു, സാറേ എന്ത് ചെയ്യണം. അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെ പറയുന്നു, പരദൂഷണം പറയുന്നു, അവർ പറയുന്നു ഡോക്ടർ അനാസ്ഥ കാണിക്കുകയാണ്, അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ആംബുലൻസ് ഞാൻ വിളിച്ചിട്ടും കുറച്ച് ഡിലേ വന്നു, 4-5 ആംബുലൻസ് വേണം. ഓരോ ആംബുലൻസിലായിട്ടാണ് ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഒരു സ്പൈൻ ബോർഡുള്ള ഒരു ആംബുലൻസും കോളർ സ്റ്റെബിലൈസ് ചെയ്ത് എത്തിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരെയും കൂടി ഒരു ആംബുലൻസ് കയറ്റിവിടാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ പേഷ്യൻറ്റിന് വേറെ കാര്യമായ ക്ഷതമില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തി ഓരോ രീതിയിൽ ഓരോ ആംബുലൻസ് വന്നപ്പോഴും അവരെ കയറ്റിവിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ 5 പേര് ജീവനോടെ അല്ലെങ്കിൽ അവിടെ നില തരണം ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനായി എന്നെ സഹായിച്ച എൻ്റെ ഗുരുക്കന്മാർ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ നടന്നപ്പം എൻ്റെ സാറുമാർ ഇവിടെ എല്ലാം പറഞ്ഞു സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞു. സൂപ്പർ ഹീറോ ഒന്നുമല്ല,
ഏതൊരു വ്യക്തിക്ക് അല്ലെ ഏതൊരു ഡോക്ടറും ചെയ്യുന്ന, ഞാനിപ്പോൾ അതുവഴി പോയിട്ട് യാദൃച്ഛിക നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു നിമിത്തം ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ യാദൃച്ഛികമായി ഞാൻ കണ്ടു, എന്നാൽ പരമേൽപ്പിച്ചിരുന്ന ഒരു കർത്തവ്യം ഞാൻ ചെയ്തു എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ എനിക്ക് എന്നെ അത്ര സൂപ്പർ ഹീറോ ആയിട്ട്, കാരണം എൻ്റെ വിവരം പരിമിതമാണ്. എൻ്റെ ഡോക്ടർമാർ ഇവിടെ എൻ്റെ സാറുമാർ നോക്കുമ്പം ഞാൻ ഫ്രഷായിട്ട് BBS പഠിച്ചിറങ്ങി, എൻ്റെ വിവരം പരിമിതമാണ്. പക്ഷേ ആദ്യമേ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ള നിലയിൽ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ എങ്ങനെ ഒരു ആളെ നമ്മൾ രക്ഷിക്കാൻ നോക്കാം എന്നുള്ളത് ഞാൻ എഫേർട്ട് ഇടാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തു, അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. അത് ഞാൻ ചെയ്തു. അത് കാരണം ആ പേഷ്യൻസിന് ബെനിഫിറ്റ് അല്ല, ആ വിക്ടിംസ് അവിടെ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് ബെനിഫിറ്റായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഇതൊരു ടീം വർക്കാണ്. ഇതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല. ഞാൻ അവരെ അറിയിച്ചു, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിനെ അറിയിച്ചു. പരുമല ഹോസ്പിറ്റലിൽ ഇതിനുള്ള സജ്ജീകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവരിവിടെ ജീവനോടിരിക്കുന്നത്. അപ്പോൾ അവരെ അറിയിച്ചു. നമ്മുടെ PROസിൻ്റെ ഡീലിംഗ് വെച്ച് അവർ കറക്റ്റ് ബെഡെല്ലാം അറേഞ്ച് ചെയ്തു. മാസീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ബ്ലഡ് ബാങ്കിലെ ഡോക്ടർമാർ ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂറോ സർജറി, ഇൻറ്റൻസിവിസ്റ്റ്, റേഡിയോളജി, സർജറി, ഓർത്തോപെഡിക്സ്, ഇവിടെ എല്ലാ ഡോക്ടർമാർ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 4ാമത്തെ ആംബുലൻസിൻ്റെ പുറകിലാണ് ഞാൻ ബൈക്കും കൊണ്ട് വന്നത്. കാരണം എല്ലാവരും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ബൈക്കിൽ പുറകുന്നത്. പക്ഷെ ഞാനിവിടെ പരുമല ആശുപത്രിയിലേക്ക് ED എത്തിയപ്പോൾ സാറും ഞങ്ങളുടെ എല്ലാം ഇവിടുത്തെ ഈ ട്രോമാ ടീമിലെ ആൾക്കാരെല്ലാം വന്ന് അവരുടെ കർത്തവ്യം ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പം എനിക്ക് സത്യത്തിൽ ചെയ്യാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ വരുന്ന മുമ്പ് അവരെല്ലാം കറക്റ്റായിട്ട് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്ത് പ്രൈമറി സ്റ്റെബിലൈസ് ചെയ്ത് അതാത് ICUകളിലേക്ക് മാറ്റാൻ ഒരുങ്ങിയിരുന്നു. അപ്പോൾ ഇവരെല്ലാം വേണ്ട ആതുര സേവനം അപ്പം കൊടുക്കാൻ സാധിച്ചത് ട്രോമാ കെയർ എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ ഒരു പ്രാതിനിധ്യം കൊണ്ടാണ്. അപ്പം അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുകയും ചെയ്ത ട്രോമാ ടീം ഹെഡായിട്ടുള്ള സുജിത് സാർ, ട്രോമാ ടീമിലെ മെമ്പേഴ്സ് ദീപു സാർ, ആൻ്റണി സാർ, പിന്നെ നമ്മുടെ എമർജൻസി മെഡിസിൻ തന്നെ ലിനു മാഡം, ഡേവിഡ് സാർ, പാലു സാർ, അർജുൻ സാർ, മിഥുൻ സാർ, ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ടായിട്ടാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് അവരെ അതാത് ICUകളിലേക്ക് മാറ്റാൻ പറ്റി. അതാത് ICUകൾക്ക് പ്രാഥമിക സേവനം കൊടുത്തിട്ട് റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനേക്ക് മാറ്റി അങ്ങനെ തരംതിരിച്ച് അവരെ ചികിത്സിക്കാൻ സഹായിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ കാര്യം കൊണ്ട് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ പോലും ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്ത കാര്യമല്ല. ഞാൻ ഒരിക്കലും അത് പറയുകയും ചെയ്യില്ല. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നേഴ്സുമാർ, PROs, ക്ലീനിങ് സ്റ്റാഫ്സ്, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിയിലെ ആൾക്കാർ, ഇങ്ങനെയുള്ള വളരെ വളരെ ക്രെഡിറ്റ്സ് അർഹിക്കുന്ന ഇത് ബിഹൈൻഡ് ദ സീൻസ്, നമ്മളിപ്പോൾ സിനിമയിലൊക്കെ പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ടായിട്ടാണ് നമുക്കത് സഹായം ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ എന്നെ പരമേൽപ്പിച്ചിരിക്കേണ്ട കർത്തവ്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു ഇവൻ്റ് വെച്ച് നമുക്കിപ്പോൾ ഇതിനൊരു ബോധവൽക്കരണം. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല ഘട്ടങ്ങളിലും പല ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലും 100% സാക്ഷരതയുള്ള ഈ നാട്ടിൽ ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് പേഷ്യൻസിനെ പറ്റി നമ്മൾ പറഞ്ഞ് ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ഈ നാട്ടിൽ ഈ ഒരു സംഭവം എനിക്കൊരു പ്രചോദനമാണ്. കൂടാതെ യുവ ഡോക്ടർമാർക്കും വേറൊരു പ്രചോദനമായിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ആർക്കും അറിവില്ല എന്താണ് ഇത് സംഭവം. പക്ഷെ അവർ കേട്ടെടുത്തും വാട്സാപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും വരുന്നത് മാത്രം വെച്ചാണ് അവരറിയുന്നത്. അപ്പോൾ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നൊരു കാര്യം പേഷ്യൻസിന് മാത്രമല്ല, നമ്മൾ ഡോക്ടർമാർക്ക് മാത്രമല്ല, പൊതുജനങ്ങളുടെ രീതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ കാണിക്കുന്ന നമ്മൾ പരുമല ആശുപത്രി തന്നെ 50 പേർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഒരു അറിവ്, നമ്മൾ ഈ 100% സാക്ഷരതയ്ക്കകത്ത് വിവേകവും വിവേചനത്തോടെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ളൊരു മനസ്സ് നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ഡോക്ടർമാർ മാത്രമല്ല, ഒരു സീൻ കാണുമ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് വിവേകത്തോടെയും വിവേചനത്തോടെയും എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു കാര്യത്തോടെ പ്രചോദനമാവട്ടെ. അപ്പോൾ എന്നെ ഈ ഒരു ഇവൻറ്റിലേക്ക് ക്ഷണിച്ച ഈ ഇവൻറ്റിൽ എനിക്ക് വേണ്ടി സമ്മാനം വരമേൽപ്പിച്ച ഡോക്ടർ പൗലോസ് അച്ഛനോടും പരുമല ഹോസ്പിറ്റലിനോടും എൻ്റെ സ്ഥാപനത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Dr. Albin, for your kind words. I request our Corpiscopa Achin to kindly honor our Honorable MLA, Shri M.S. Arun Kumar. Thank you, Achin. Thank you, sir.
Now I request Dr. Deepu Abraham Cherian, consultant neurosurgeon and neuroendoscopy specialist, to kindly come forward to honor the trauma team. ഏറ്റവും ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ, ജോൺസൺ അച്ഛൻ, ഡോക്ടർ ലിനു, ഷെറിൻ മാഡം, ഡോക്ടർ ആൻ്റണി, ഡോക്ടർ ബാലു, ഡോക്ടർ ആൽബിൻ. ഡോക്ടർ ആൽബിനെ ആദരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ആൽബിനോട് വളരെ ബഹുമാനം തോന്നി. പക്ഷേ ആൽബിൻ ഇപ്പം സംസാരിച്ചത് കേട്ടപ്പം ആൽബിനോട് നമുക്കൊരു അഭിമാനത്തെക്കാളും കൂടുതൽ ഒരു ആരാധനയാണ് ആൽബിനോട് തോന്നിയത്. അത്രയും വളരെ ഇൻഡെപ്ത് ഒരു നമ്മുടെ ഈ കറൻ്റ് ഒരു സൊസൈറ്റിയെക്കുറിച്ചൊരു വീക്ഷണമുള്ള ഒരു യുവ ഡോക്ടർ എന്നുള്ള രീതിയിൽ അത് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി. എന്നെ നിശ്ചിതമായ കർത്തവ്യം ഇന്ന് ഒരു 5 പേര് വന്ന ഒരു മാസ് കാഷ്വാലിറ്റിയിൽ നമ്മളൊരു എഫക്റ്റീവ് ഒരു ടീം വർക്കിൻ്റെ ഇതിലായിട്ട് ഈ 5 പേരെയും വിത്തൗട്ട് ഒരു ഡെഫിസിറ്റും ഇല്ലാതെ തന്നെ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യത്തിൽ നിങ്ങളെ താങ്ക് ചെയ്യുക എന്നുള്ളതിനാണ് എൻ്റെ നിശ്ചിതമായ കർത്തവ്യം. പക്ഷേ അതിന് മുൻപ് ഞാൻ ഡോക്ടർ ആൽബിൻ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയതിൻ്റെ പുറത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല വന്ന പക്ഷേ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു തലമുറ നമുക്കറിയാം, നമ്മുടെ ഈ ചുറ്റുവട്ടം മുഴുവനും നെഗറ്റീവ്സാണ്. ഈവൻ ഇത്രയും ഒരു യുവ ഡോക്ടർ എല്ലാ റിസ്ക്കും എടുത്ത് ഇതെല്ലാം ചെയ്യുമ്പോഴും ഡോക്ടർ ആൽബിൻ പറയുന്നുണ്ട്, അവിടെ കൂടിയിരിക്കുന്നവർ പറയുന്നുണ്ട് ഡോക്ടറിൻ്റെ അനാസ്ഥയല്ലേ, ഇത്രയും താമസിക്കുന്ന എന്തിനാണ് എന്നൊക്കെ പറയുമ്പം നല്ല പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി ഇവിടം വരെ അവസാനത്തെ ആംബുലൻസിലും കയറ്റി വിട്ട് അതൊരു ധൃതി പിടിച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കാര്യമല്ല. അതൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഇമോഷണൽ ത്രസ്റ്റിലോ ചെയ്യുന്നതല്ലാതെ തന്നെ വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഇത്രയും വരെ ചെയ്തത് കൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് വരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഈ 5 പേരെ ഒരേ ആംബുലൻസിലായിരുന്നു ഡോക്ടർ ആൽബിൻ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ 5 പേരെയും ചിലപ്പോൾ കിട്ടണം എന്നില്ലായിരുന്നു. ഞാൻ ഈ 2 പേരെ ഈ 5 പേരിൽ 2 പേര് വളരെ ക്രിട്ടിക്കലായിരുന്നു. 2 പേരെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തതാണ്. ദേ സഫേർഡ് വെരി സിവിയർ ഇഞ്ചുറി. അവർ സാധാരണ രീതിയിൽ ഒരു ഇത്രയും ഒരു ഡിസ്റ്റൻസ് മേ ബി ബിറ്റ്വീൻ കാരക്കാട് ആൻഡ് പരുമല ഹോസ്പിറ്റൽ എത്ര വരും, മേ ബി 15 കിലോമീറ്റർ വരത്തുള്ളായിരിക്കും. പക്ഷേ അത്രയും ഡിസ്റ്റൻസിൽ ആ പേഷ്യൻ്റ് ഒരു ഡെഫിസിറ്റും ഇല്ലാതെ ഇവിടെ വരെ വന്ന് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് കറക്റ്റ് ആളുടെ തന്നെ അത് എത്തി അപ്പം തന്നെ നമ്മൾ ആ ഒരു പ്രൊസീജിയറും ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ ഉള്ളതിനകത്തുള്ള ആ ഒരു പ്രൊഫഷണലിസം ദാറ്റ് വാസ് എക്സലൻറ്റ്. കാരണം എന്താണെന്ന് അറിയോ, പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഇവിടെ വരുന്ന ട്രോമ ഒത്തിരി ഇടത്തുനിന്നും വരുന്ന റെഫർ ചെയ്തൊക്കെ നമുക്ക് വരുന്നിരിക്കുമ്പോൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ മിസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് വളരെ വലിയ പ്രയാസങ്ങളായിട്ട് വരാറുണ്ട്. ഒരു പക്ഷേ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷനിലായിരിക്കും, നമ്മൾ ധൃതിക്കിടയ്ക്ക് ഒരു പക്ഷേ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അഡ്രസ്സ് ചെയ്തെന്ന് വരത്തില്ല. പക്ഷേ ഡോക്ടർ ആൽബിൻ ആ ചെയ്തില്ല. എസ്പെഷ്യലി നമ്മുടെ ആ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു സംഭവം നടന്നു, ഒരു ഹീറോയ്ക്കായിട്ട് ഒരു ഡീഡ് നമ്മൾ നടന്നെങ്കിലും അതൊരിക്കലും ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു വളരെ മാസ് മൈൻഡിലോട്ടോ അത് അത്രയും ചിലപ്പോൾ ഹിറ്റ് ചെയ്യത്തില്ല. പക്ഷേങ്കിൽ ഒരു 3000 രൂപ ഒരു ഡോക്ടർ വാങ്ങിച്ചോ ഒരു അനാസ്ഥ കാണിച്ചോ അങ്ങനെ ഉള്ളതിന് വളരെ ഇമ്പാക്റ്റാണ്. ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു നെഗറ്റിവിസം എന്ന് പറയാം, അത് നമ്മളെ ഈ യങ്ങായിട്ടുള്ള ഈ ഒരു തലമുറ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് മാറ്റം വരുത്തണം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ ഒരു തലമുറ വരുമ്പോഴും എല്ലാവരും ഒരു ഡിഫെൻസീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള യുവാക്കൾ എവിടെയെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരൊരു പക്ഷേ തിരിച്ചു വരണം എന്നില്ല. ഇപ്പോൾ തന്നെ ഡോക്ടർ ആൽബിൻ ഇത്രയും ചെയ്തിരുന്നല്ലോ, എന്നാൽ ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ ED ടീമും ഡോക്ടർ സുജിൻ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ സുജിനും എല്ലാവരും ഇമ്മീഡിയറ്റായിട്ട് തന്നെ ആക്ഷൻ എടുത്ത് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്ത് ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തു. അവരോടുള്ള നന്ദി ആദ്യമേ തന്നെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടായിട്ടാണെങ്കിലും നടക്കുന്ന നന്മകളാണ് മെജോറിറ്റി. ഒരു നല്ലൊരു ശതമാനം ഇതും. പക്ഷേ ഇത് നമ്മൾ ഈ കാര്യം 10 പേരോട് പറയത്തില്ല. പക്ഷേ നെഗറ്റീവ്സ് എന്തെങ്കിലും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്യും, അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളതല്ല നന്മകളുടെ കാര്യങ്ങൾ നമ്മൾ 10 പേരോട് സംസാരിക്കാൻ വേണം. അവരുടെ മനസ്സിലും നന്മകളുടെ ചെറിയ ചെറിയ നാമ്പുകൾ നമ്മൾ പാകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ മനോരമയെ കണ്ട ഒരു വാർത്തയാണ്. ഇവിടുന്ന് കുറേ പേര് വണ്ടി പിടിച്ച് ഇസ്രായേൽ കാണാൻ പോയി. ഇസ്രായേലിനെ ഈ ഹോളി ലാൻഡ് വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലിൽ പോയി. ഇസ്രായേലിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെയ്ബറിങ് ടെറിട്ടറീസിൽ നിന്നെല്ലാം ഹമാസും ബാക്കി എല്ലാവരും റോക്കറ്റ് അവർ വിക്ഷേപിക്കുന്നത്, റോക്കറ്റ് ലോഞ്ചേഴ്സിനെ കൂടെ അവർ റോക്കറ്റ് വിക്ഷേപിച്ച്, അപ്പോൾ ഇവരാണെങ്കിൽ ഇവരുടെ ഈ സ്കഡ് മിസൈൽ വെച്ചിട്ട് ഇതിനെല്ലാം അവരെ
ഇത് ചെയ്തു. പക്ഷേ ഇതെവിടെ ഇവരുടെ ടെറിട്ടറി വീണിട്ട് 2-3-4 ഇസ്രായേലൈറ്റ്സ് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വന്ന ദിവസം തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാവരും വളരെ ഭയന്ന് നാച്ചുറലി അവരെന്ത് വിചാരിക്കുന്നത്, അടുത്ത ദിവസം രാവിലെ പത്രത്തിലെടുത്ത് എത്ര പേര് മരിച്ചു, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇവർ പത്രത്തിലെടുത്തപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ആ പത്രത്തിലില്ല. ആ പത്രത്തിൽ വന്ന എന്തുവായിരുന്നറിയോ, ഇസ്രായേലിലെ 2 സയൻറ്റിസ്റ്റിന് നൊബേൽ സമ്മാനത്തിന് വേണ്ടിയുള്ള ഇത് കിട്ടുന്നു. അവരുടെ നാട്ടിലുണ്ടായിരുന്ന ട്രിപ്പ് ഇറിഗേഷനാണെങ്കിൽ ലോകം നടത്തി പ്രഷർ, അതായത് പോസിറ്റിവിസം നല്ല രീതിയിൽ അവരത് പ്രിവെയിൽ ചെയ്യുന്നു. അത് കാരണം എന്താണെന്ന് അറിയാം, ആ ഒരു ബേസിക് മൈൻഡ് സെറ്റ് തന്നെ നമ്മളുടെ എസ്പെഷ്യലി ഒരു യങ്ങർ ജനറേഷൻ്റെ എല്ലാം ആ ഒരു മൈൻഡ് സെറ്റിനകത്ത് തന്നെ നല്ല വ്യത്യാസം വരും. അങ്ങനെയുള്ള ഒരു പോസിറ്റിവിസം നമ്മുടെ ഇടയ്ക്ക് വന്നാൽ മാത്രമേ നാളത്തേക്കുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും പോസിറ്റീവായിട്ട് നമുക്കാണെങ്കിൽ മുന്നോട്ട് പറയാനും ചെയ്യുവാനും സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ താങ്ക്സ് ഒത്തിരി പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ടീമിനോടാണ്. ക്രിട്ടിക്കൽ ടീമിൽ അവിടെ എല്ലാവരും ഡോക്ടർ ആൻ്റണി അന്ന് ഡ്യൂട്ടി ആയിരുന്നു. ഡോക്ടർ ആൻ്റണി ഒന്ന് ബാക്കി എല്ലാവരും സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഒത്തിരി സഹായിച്ചു. പിന്നെ സുജിത് സാറ്, ഡോക്ടർ ചിക്കു, ഡോക്ടർ അൻവർ, എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഇതിലാണ് നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് ഇത് ചെയ്യാൻ വന്നത്. പിന്നെ അറിയാവുന്ന എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫ് തന്നെയാണ്. അവരാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ റിസൾട്ട് വരെ എത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച് അവരോടുള്ള പ്രത്യേകം നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഈ നമ്മൾ ഈ ഒരു 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 ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പം അതെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ഇൻഡിവിജ്വൽ ഒരു ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു ഹോൾ കമ്മ്യൂണിറ്റിക്ക് തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ഇത് വന്നത്. ഈ കാര്യത്തിന് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത ഡോക്ടർ ആൽബിനോടുള്ള വളരെയേറെയായിട്ടുള്ള സന്തോഷം അതുപോലെ തന്നെ ബഹുമാനം അറിയിക്കുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്നിരിക്കുന്ന പൗലോസച്ചനോടും ബാക്കി എല്ലാവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I now request Dr. Balu, PRS, Senior Consultant, Emergency Medicine, to kindly deliver the vote of thanks. Good afternoon. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിനുള്ള നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്നിലുള്ള കർത്തവ്യം. സമയം ഒരുപാട് വൈകിയെന്നറിയാം, അതുകൊണ്ട് ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ആദ്യം തന്നെ ആൽബിൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജെആറാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ എല്ലാം സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുന്ന ആൽബിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാണ്. ആദ്യമായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൗലോസച്ചനാണ്. പൗലോസച്ചൻ നമ്മുടെ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന അച്ഛനാണ്. ഈ പരുമല ആശുപത്രിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പൗലോസച്ചനാണ്. അതുപോലെ തന്നെ ഇന്ന് ആൽബിനെ ആദരിക്കണം എന്നുള്ളൊരു ഐഡിയ തന്നെ കൊണ്ടുവന്നത് പൗലോസച്ചനാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത പൗലോസച്ചന് ട്രോമ ടീമിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്തായി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജോൺസൺ അച്ഛനാണ്. അച്ഛൻ ഇന്ന് ഇവിടെ പ്രാർത്ഥന ചൊല്ലിയുണ്ടായി. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന അച്ഛന് ഞാൻ ട്രോമ ടീമിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഡോക്ടർ ഷെറിൻ മാഡം ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ടാണ്. മാഡം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളിലും തരുന്നതാണ്. അപ്പം മാഡം ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്നതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ MLA, ബഹുമാനപ്പെട്ട MLA സാറ് അരുൺകുമാർ സാറിൻ്റെ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്കും ഈ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ സൂപ്പർ ഹീറോ ഡോക്ടർ ആൽബിനെ ആദരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. ഇനി നന്ദി പറയാനുള്ള എൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടർ ആൻ്റണി, ലിനു മാഡമാണ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മാഡം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രോമ സ്റ്റെബിലൈസേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചൊരു ചെറിയൊരു സ്പീച്ച് നൽകുകയുണ്ടായി. അപ്പോൾ ഈ സ്പീച്ചിൽ നിന്ന് നിങ്ങളെല്ലാവരും അതിൻ്റെ ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ നിങ്ങൾ ഓരോരുത്തരും ഒരു സൂപ്പർ ഹീറോ ആയി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഡോക്ടർ സുജിത് സാറ്, ദീപു സാറ്, ഇവരുടെ എല്ലാവരും ഒരു കോർഡിനേറ്റർ വർക്ക് കൊണ്ടാണ് ഈ 5 പേഷ്യൻസിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയത്. ഇൻറ്റൻസീവ് കെയറിൻ്റെയും ന്യൂറോ സർജറി, സർജന്മാർ, ഓർത്തോ പീഡിഷ്യൻസ്, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സസ്, എമർജൻസിയിലെയും ക്രിട്ടിക്കൽ കെയറിലെയും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫ് നഴ്സസ്, ലാബിലുള്ള സ്റ്റാഫ്, നമ്മുടെ ബ്ലഡ് ബാങ്ക് ടീം, അവരാണ് നമുക്ക് സമയത്ത് ബ്ലഡ് എത്തിച്ചു തന്നതും ഈ പേഷ്യൻസിനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് മുതലുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ എല്ലാവരും കോർഡിനേറ്റഡ് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 5 പേരും ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുത്തെ സൂപ്പർ ഹീറോസാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. With this, we have come to the end of our function. Thank you all and have a nice day.